നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആയിരുന്നു. മൂന്നാമത്തെ വീഡിയോ ആയപ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം നമ്മുടെ സ്റ്റൈലിൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല വീഡിയോ ചെയ്യാൻ. അത് നിങ്ങൾ എന്നെ എത്രത്തോളം ഏറ്റെടുക്കുന്നു അത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2050 ChatGPTയുടെ അപ്ഡേഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രീ ടോക്ക് ബോക്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ നമ്മുടെ ഡൗട്ടോ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന, നമുക്ക് എന്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഗൂഗിളിനേക്കാളും ഒക്കെ പെട്ടെന്ന് ഒരു റെസ്പോണ്ട് തരുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണ് ChatGPT എന്ന് പറയുന്നത്. ChatGPT പോലെ തന്നെ കുറേ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. കാരണം ChatGPTയിലുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പുതിയ അപ്ഡേഷനിൽ ഗൂഗിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ചെറുതായിട്ട് നമുക്കൊന്ന് അടുത്ത വീഡിയോയ്ക്ക് എത്തിച്ചേരാം. ChatGPTയെ കുറിച്ച് എന്താണ് ഇവൻ പറയാ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, നിങ്ങൾ ഇപ്പോൾ ChatGPT യൂസ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത് വളരെ മിനിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ChatGPT യൂസ് ചെയ്യാത്ത ആൾക്കാർ. പുതിയ തലമുറയിൽപ്പെട്ട മിക്ക ആൾക്കാരും പ്രൊജക്റ്റും അല്ലെങ്കിൽ അവർ അസൈൻമെന്റ് എഴുതാനും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് വന്നാലും എന്തിനേലും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലോ എന്ത് സാധനത്തെക്കുറിച്ചും അന്വേഷിക്കുന്നത് ഇപ്പോൾ ChatGPT ഉപയോഗിച്ചാണ്. കാരണം നമ്മുടെ ഓൺ ബുദ്ധിയിൽ വരുന്ന സാധനത്തെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള ഒരു നല്ല മറുപടി ChatGPT നമുക്ക് തരുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മെയിലൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെ അയക്കണം എന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ കോഡിങ്, ഇതിനൊക്കെ ഉള്ള എല്ലാ വഴികളും ChatGPT ഇന്നത്തെ അപ്ഡേഷനിലും തരുന്നുണ്ട്. 2050 ChatGPT എന്തായിരിക്കും കൂടുതലായിട്ടുള്ള അപ്ഡേഷനിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോഷനെ മനസ്സിലാക്കി അതിന് റിപ്ലൈ തരാനായിട്ട് കഴിയും. നമ്മൾ ഹാപ്പി ആണോ, നമ്മൾ സാഡ് ആണോ, നമ്മുടെ ടോപ്പിക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു AI ടെക്നോളജി 2050 ആകുമ്പോഴത്തേനും അവർ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. യൂസ് ചെയ്യുന്ന ആളുടെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കൾച്ചർ പരമായിട്ടുള്ള രീതിയിൽ അവരോട് എങ്ങനെയായിരിക്കും ഒരു വ്യക്തി സംസാരിക്കുക എന്നുള്ള രീതിയിലുള്ള റിപ്ലൈസ് ആയിരിക്കും നമുക്ക് തരുന്നത് എന്നാണ് അപ്കമിങ് അപ്ഡേഷനിൽ ChatGPT കൊണ്ടുവരാൻ പോകുന്നത്. മൾട്ടി ലാംഗ്വേജിൽ ChatGPT പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് നമുക്കറിയാം മലയാളത്തിൽ ടെക്സ്റ്റുകൾ തരുമെങ്കിലും മലയാളത്തിലുള്ള വോയിസ് നോട്ടുകൾ റിപ്ലൈസ് തരാൻ ChatGPTക്ക് ഇന്ന് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സ്മാർട്ട് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സിലും ChatGPT കടന്നു കയറുമെന്നാണ് പറയുന്നത്. എക്സ്പെഷ്യലി ക്ലാസ്, TV, കാറ്, ഹൗസ് റോബോട്ട്, വാച്ചുകൾ എന്നിവയിലൊക്കെ നമുക്ക് ChatGPT ഇനി തൊട്ട് പ്രതീക്ഷിക്കാൻ കഴിയും. ChatGPTയുടെ വോയിസ് നോട്ടിൽ വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ശരിക്കും ഒരു മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിലുള്ള വോയിസ് നോട്ടുകളും വോയിസ് റിപ്ലൈസും നമുക്ക് ChatGPTയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ബോർഡിന് ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും, നമ്മുടെ മൈൻഡിനനുസരിച്ച് പ്രവർത്തിക്കും. ChatGPT പോലുള്ള സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടുകളെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമൈസ്ഡ് പേഴ്സണലായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്ഡേഷനും അതിൻ്റെ അകത്ത് കൊണ്ടുവരും. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ അവർ പീക്ക് ഓഫ് ദ ലെവൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ChatGPT യൂസ് ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം പൈത്തൺ കോഡുകൾ നമുക്ക് ChatGPT ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. റൈറ്റിംഗ്, സമ്മറീസ്, വോയിസ് നോട്ടുകൾ, PDF എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ChatGPTയിൽ നിന്ന് കിട്ടും. വോയിസും 3D ഹോളോഗ്രാംസും അടങ്ങിയിരിക്കുന്ന റിപ്ലൈസ് ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും. ഈ OpenAI, അതായത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ChatGPT കണ്ടുപിടിച്ചതിൽ വലിയൊരു പങ്ക് എലോൺ മസ്കിനുണ്ട്. നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എലോൺ മസ്കും ChatGPTയിലെ വലിയൊരു ഫൗണ്ടറാണ്. 2015 ഡിസംബറിലാണ് ഇതിനെ അവർ പബ്ലിക്കലി ഒരു ചാറ്റ് ബോട്ട് പോലുള്ള അല്ലെങ്കിൽ ChatGPT പോലുള്ള ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ടെന്ന് പറയുകയുണ്ടായത്. എലോൺ മസ്കും അതേപോലെ തന്നെ സാം ആൾട്ട്മാനും അതേപോലെ കുറെ കോ ഫൗണ്ടേഴ്സും ഇതിനുണ്ട് കേട്ടോ. ആ സമയത്ത് നോൺ പ്രോഫിറ്റബിൾ കമ്പനി ആയിരുന്നു ഈ OpenAI, അതായത് ChatGPT എന്ന് പറയുന്ന കമ്പനി. ChatGPT 1 2018 റിലീസ് ആകുന്നത്. ഇത് പക്ഷെ പബ്ലിക്കലി അത്ര വലിയ ഓപ്പൺ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അവര്. ഇതൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു. എന്നാൽ ChatGPT 2 എന്ന് പറയുന്നത് 2019 ഫുള്ളി ഫങ്ഷനിലായിട്ടില്ല. 2018 2019 ഇത് ഫുള്ളി ഫങ്ഷനിലായിട്ടില്ല. പക്ഷെ അവർ ചെറിയൊരു അപ്ഡേഷനോടെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരികയുണ്ടായി. ഇതിന്റെ പബ്ലിക്കലി എന്താണ് ഈ കൊല്ലങ്ങളിലൊന്നും പുറത്തേക്ക് വിടാണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്ന ഗ്രൂമറും അതേപോലെ തന്നെ ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനുള്ള കൊടുക്കാൻ പറ്റുന്ന അപ്ഡേഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് 2020 പബ്ലിക്കലി കൊടുക്കാൻ തുടങ്ങുന്നത്. 175 ബില്യൺ ആൾക്കാരാണ് ആ സമയം കൊണ്ട് ChatGPT യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ആ സമയത്ത് ചാറ്റ് ബോട്ടിന് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. AI തലച്ചോറ് എന്നുള്ള ഒരു പുതിയ പേരിലായിരുന്നു ഇതിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് വന്ന അപ്ഡേഷൻ ആയിരുന്നു റൈറ്റ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതും സമ്മറീസ് അതേപോലെ ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ ചോദിക്കാനും റിപ്ലൈസ് തരാനും പറ്റുന്ന രീതിയിലുള്ള അപ്ഡേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത് ChatGPT കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെവലപ്പേഴ്സും അതേപോലെ തന്നെ മറ്റ് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
2023 ChatGPT 3.5 എന്ന് പറയുന്ന ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു നവംബറിൽ. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്ഡേഷനും നല്ല രീതിയിലുള്ള യൂസേജും അവർക്ക് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും വലിയ തോതിലായിരുന്നു അവർക്ക് ആ സമയത്ത് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. റിപ്ലൈസും കാര്യങ്ങളെല്ലാം ഇച്ചിരി ഫാസ്റ്റ് ആക്കി മൾട്ടി ലാംഗ്വേജിലേക്ക് അതിനുള്ള പ്രോംപ്റ്റ് കൊടുക്കാനോ അതിനുള്ള റിപ്ലൈ തരാനൊക്കെ ആയിട്ട് ChatGPTക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവർ വലിയൊരു അപ്ഡേഷൻ കൊടുത്തു. എന്നാൽ ഫെബ്രുവരിയിൽ 2023 തന്നെ ഫെബ്രുവരിയിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഇവർ പുറത്തിറക്കി. മാർച്ച് 2023 ChatGPT 4 അപ്ഡേഷൻ കൊണ്ടുവന്നു. അവരുടെ ലോജിസ്റ്റിക്കിൽ അവർ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻ അവർ കൊണ്ടുവന്നു. ലാംഗ്വേജിന്റെ എണ്ണം പിന്നെയും കൂട്ടി. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ChatGPT അപ്പത്തേനും മാറ്റി. 2023-2024 ChatGPT പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരികയും ChatGPT ഫ്രീ അല്ലായിട്ട് ഒരു പ്രീമിയം ഒരു പെയ്ഡ് വെർഷൻ എത്തിക്കുകയും ചെയ്തു. ഇത് ChatGPT ഫ്രീനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന, അതായത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് തരുന്ന ഒരു വെർഷൻ ആയിരുന്നു ChatGPT പ്രീമിയം എന്ന് പറയുന്നത്. 2023-2024 നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനും അതേപോലെ തന്നെ പൈത്തൺ കോഡുകളൊക്കെ കൂടുതലായി ChatGPT നമുക്ക് തരാൻ തുടങ്ങി. ChatGPTയുടെ പ്രോ വെർഷൻ അവതരിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2023 പുറത്തിറങ്ങി, അതായത് പെയ്ഡ് വെർഷനായ ChatGPT 4 ടെർബോ എന്നായിരുന്നു അതിന്റെ പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് പെയ്ഡ് ആണ്, പക്ഷേ ഇത് ചെറിയൊരു അപ്ഡേഷനോടെ കൊണ്ടുവന്ന് ChatGPT 4o എന്നാക്കി. ഓയ്ക്ക് ഒമിനി എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഈ ഒമിനി എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ടെക്സ്റ്റ്, വോയിസ്, ഇമേജ്, വീഡിയോ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന വെർഷൻ ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രീയിലും ഇൻപുട്ട് ചെയ്യാം, പക്ഷെ ഇത് ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് നിങ്ങൾക്കറിയാം, ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നമ്മളൊരു ChatGPTയിൽ ഇപ്പൊ ഇമേജ് ഒക്കെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരു മാസത്തിൽ 3 ഇമേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 ഇമേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു ലിമിറ്റേഷൻസ് പ്ലസ് വെർഷനിലില്ല. പെയ്ഡ് ആയതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് അതായത് 2025 ഈ കാലഘട്ടത്തിൽ 100-ലധികം രാജ്യങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണ് ChatGPT എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തും ശാസ്ത്രരംഗത്തും ബിസിനസ്സിലും മെഡിസിനിലും ആർട്ടിലും ഈ സാധനം വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ആപ്പ് ഉണ്ട്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഉപകരണങ്ങൾ എല്ലാത്തിനും ChatGPT നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് 2020 ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാധനം അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ഈ ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. 2050 ആകുമ്പോഴത്തേനും AI ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്നത്തെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു പൈത്തൺ പ്രോഗ്രാം അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പഠിക്കുക, HTML പ്രോഗ്രാം, ഇതൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാം എത്രത്തോളം തലവേദനയുള്ള കേസാണെന്നുള്ളത്. കാരണം അതിൻ്റെ ഓരോ കോഡുകളും അതിൻ്റെ ഓരോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം പാടാണ് ഇതിൻ്റെ അകത്തുനിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും കോഡ് പ്രകാരം. പക്ഷെ ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളും ഈസി ആയിട്ട് വളരെ പ്രോംപ്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ എനിക്കൊരു വാട്സപ്പിന്റെ ഐക്കൺ വെച്ചിട്ടുള്ള ഒരു HTML പ്രോഗ്രാം തരണമെന്ന് ChatGPT അടുത്തേക്ക് നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അതിന്റെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്ക്രിപ്റ്റ് അവർ തരും, ഒരു പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്ത് തരും. അത്തോളം ഫാസ്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ മെമ്മറീസിനെ നമുക്ക് വേറെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും മാറ്റി വിട്ടുകൊണ്ട് നമ്മുടെ കോഡിങ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ മെഡിക്കൽ അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിനെ നമുക്ക് വളരെയധികം ലിമിറ്റഡ് ആക്കി കുറച്ചുകൊണ്ട് നമ്മുടെ ഐഡിയാസിനെ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കും അല്ലെങ്കിൽ നമുക്കൊരു ബ്രൗസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അതിനുള്ള റിപ്ലൈസ് കിട്ടും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ്, നിങ്ങളുടെ ഓൺ ലാംഗ്വേജ്, ഇപ്പം വരുന്ന അപ്ഡേഷനിൽ മലയാളത്തിനേക്കാൾ ChatGPT യൂസ് ചെയ്ത് ഇംഗ്ലീഷിലാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് മലയാളത്തിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2050 എത്തി വലിയൊരു മാറ്റം അപ്ഡേഷനൊക്കെ ChatGPT കൊണ്ടു കഴിഞ്ഞാൽ, ഹലോ എനിക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, എൻ്റെ കമ്പനിയുടെ പേരിലായിരിക്കണം അത്, അതിൻ്റെ അകത്ത് ഇന്ന ഫ്യൂച്ചർ വേണം, സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ ഫസ്റ്റ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് നോട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡും ആപ്ലിക്കേഷൻ ഏത് സോഫ്റ്റ്വെയറിലാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിലും
കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. സോ അത്രത്തോളം ഡെവലപ്പായി മാറാൻ പോവുകയാണ് ChatGPT എന്ന് പറയുന്നത്. ChatGPT പോലെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളും കുറേ ആപ്ലിക്കേഷൻസും അന്നേരം വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഡീപ് സിങ്കിൻ്റെ ഒക്കെ ചൈന ഡെവലപ്പ് എടുത്ത് DeepSeekന്റെ ഒക്കെ കാര്യം പറയുവാണെങ്കിലും ഗൂഗിൾ ജെമിനിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിലും ഇതേപോലെ വേറെ കുറേ സാധനങ്ങൾ ഇതിനേക്കാളും വലിയ അപ്ഡേഷനിൽ വരുന്ന കുറേ സാധനങ്ങളെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ ജെമിനിയുടെ പുതിയ അപ്ഡേഷനൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ ടെതർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീൻ സ്ട്രീം ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വലിയൊരു പ്രൊഫഷണൽ ഒരു ടെക് എന്താ പറയുക ഒരു വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്ലൈസ് പോലെ ഒരു മനുഷ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തരുന്ന ടെക്നോളജീസും കാര്യങ്ങളും അപ്ഡേഷനും ഒക്കെയാണ് ഗൂഗിൾ ജെമിനിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. സോ അടുത്ത് നമുക്ക് ഗൂഗിൾ ജെമിനിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കോടെ നമുക്ക് വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പെട്ടെന്നുള്ള ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അറിയാം. വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാം. സോ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ്. സോ കഴിഞ്ഞ 2 വീഡിയോ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലിലായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ കഴിയും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളോടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇപ്പം 2025 അല്ലെങ്കിൽ കണ്ടുപിടിച്ചോളം തൊട്ട് ഇന്ന സ്ഥാനത്തുള്ള കറക്റ്റ് ഡീറ്റെയിൽ മാത്രമായിരുന്നു നമ്മുടെ വീഡിയോസ് ഉണ്ടായിരുന്നത്. എൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സാമ്പിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വീഡിയോസ് ആയി കഴിയുമ്പോഴത്തേനും എനിക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളോടെ പറയാൻ പറ്റുക എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. സബ്സ്ക്രൈബ്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഈ ഒരു വീഡിയോ ഇറങ്ങുമ്പോഴത്തേനും എനിക്ക് പോസ്റ്റ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, ഞാൻ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ പല വീഡിയോസും ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ഇടാൻ പറ്റാണ്ട് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ എടുക്കുക നമ്മൾ ഇടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ആ വീഡിയോസ് ഒന്നെങ്കിൽ ആ വീഡിയോസൊക്കെ നമുക്ക് ഒന്നുകൂടെ ഇടാം, എഡിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ ഇതേപോലത്തെ ഒരു ഫ്രീ ടോക്ക് പോലത്തെ ഒരു സാധനത്തിൻ്റെ അകത്ത് കുത്തിക്കയറ്റി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.